അതെന്താ പരിപാടി? കൊട്ടാരം കെട്ടൽ. കൊട്ടാരം കെട്ടൽ. കൊട്ടാരം തണുപ്പടിച്ചിട്ട് നല്ലൊരു തീരുമാനമാണ്. ഭയങ്കര വിലപിടിപ്പുള്ള ഷീറ്റാണ്. വിലപിടിപ്പുള്ള ഷീറ്റ്. പ്ലാൻ എങ്ങനെ അറിയോ? ഈ കോണി കഴിക്കും. കോണി കഴിച്ചിട്ട് നമ്മള് ഷീറ്റ് വിറ്റ് ചെയ്യും. വിലപിടിപ്പുള്ള ഷീറ്റാണല്ലോ. വിലപിടിപ്പുള്ള ഷീറ്റ്. അതിന് ഷീറ്റ് ചോട്ടല്ലേ? ചോട്ടല്ലേ? ആദ്യം ഷീറ്റ് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ അല്ലാതെ വാസേരി എന്താ കാട്ടണ? ഇത് കോണി കഴിച്ചാ? വേലക്കുള്ള തീരുമാനമായിട്ട് ആദ്യം സെറ്റാക്കട്ടെ. ഇത് കോണി മതി മുത്തേ. അത് ചില്ലറ എഞ്ചിനീയർ ഒന്നല്ല. 15,000 രൂപ മാസം സാലറിയാ. ഉണ്ട്. അതാണ്. എന്നിട്ട് ആൾക്ക് അതിന്റെ വല്ല ചിന്തയുണ്ടോ? നമുക്ക് തണുപ്പടിച്ചു തന്നിട്ട് രണ്ട് സ്ക്രൂ പോയിട്ടുണ്ട്. എന്താണ്ടേ സ്ക്രൂ? നാട്ടിൽ ലക്ഷക്കണക്കിന് റുപ്യന്റെ ആൾക്കാർ വേറുണ്ടാക്കും. ഈ കാട്ടുമ്പോ കിടന്നിട്ടല്ലേ നമ്മളൊക്കെ അയച്ചു കൊടുക്കണേ. എല്ലാരും സൂക്ഷിക്കണട്ടാ. എന്തൊക്കെയാ ചെയ്യൂ? ഇത് വാട്ടർ ലെവൽ ഒന്നുമില്ല. ഇത് നോക്കണില്ല. അല്ലത് ഇതെങ്ങനെ കേറതിനുള്ളിക്ക്? അല്ല കവി എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് കവി ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പോവാണ് ഈ കാര്യം. പണി കഴിഞ്ഞിട്ടില്ല. ഫുൾ പണി കഴിഞ്ഞ് അടുത്ത് കാണിക്കൂ. സ്ക്രൂ ആണ് അവിടെ. അവിടെ നല്ലൊരു പീസ് ഷീറ്റ് ഉണ്ടെങ്കിലോ. അതായത് ഇവിടേക്കുള്ള ഇത് സ്ക്രൂ ഏതാ? അപ്പൊ ഇതിലിപ്പോ ഒരു ഇതുണ്ട്. അതായത് ഇവിടെ എങ്ങനെ ആയിട്ട് നമ്മളൊരു താമര വരക്കും. ഇവിടെ എങ്ങനെ ആയിട്ട് അരിവാൾ ചുറ്റിക്ക്. ഇതിപ്പോ കോണി ഇവിടെ ഉണ്ടല്ലോ. കോണി ഭയങ്കര സെറ്റപ്പ് കോണിയാണ്. താമര നീ പച്ച പെയിന്റ് അടിക്കാം. പച്ച പെയിന്റ് അടിച്ചു. നാളെ കൊടുത്തിട്ട് ഫുള്ള് പച്ച പെയിന്റ്. ഇത് സെറ്റാട്ടാ. ഇത് നിൽക്കൂലട്ടാ. ഇതപ്പോ ഇത് സെറ്റാണ്. ഇനി കാറ്റൊന്നും അടിക്കില്ല. ഇതാണപ്പോ നമ്മളെ വില്ലൻ. അതാ ഇതാണ് വില്ലൻ. ഇതിപ്പോ ഓൾറെഡി നേരിട്ട് അടിക്കണോണ്ട് മാത്രമാണ്. അതില്ലെങ്കിൽ നമുക്കൊന്നും പറ്റൂല. അതെടുത്തോ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഏതല്ലേ ഇതിവിടെ? ഇത് സെറ്റ് ഇവിടെ പോരെ. അങ്ങനെയുണ്ടെങ്കില് എത്തൂല.
ഇവിടെ ഞാൻ കുത്താരന് ആ ഇനിയോടാ ഓക്കെ ഒന്നൊന്നര ഷീറ്റ് അല്ലത് ഓട്ടോ ആവണില്ലേ ഉമ്മ പറഞ്ഞേക്കണേ ആ അതാ വന്ന് അടിയിൽ എന്തേലും കെട്ടി ഇവിടെയാണ് ഇപ്പൊ അടിപൊളിയായത് അല്ലേ അതൊന്നും ഒന്നുമല്ല ഈ കാണുന്നൊന്നും ഒന്നുമല്ല ഇത് ഇവിടെ കണ്ട അത് വാട്ടർ ലെവല് നോക്കണമെന്ന് ചോദിച്ചേ കിട്ടമ്പി അതാ പ്രശ്നമായി നെറ്റ് ചെയ്യാം ഇതല്ലടാ അതിന് നീളം കുപ്പായം വേണ്ടേ ഇത് ഇതാ കൊള്ളിയല്ല വേറെ കൊള്ളിയാ ഓരോന്നിനും ഓരോ ആണിക്കല്ലുകളാന്ന് പറഞ്ഞു കേട്ടിക്കണേ കണ്ട ശരിയാണ് ഇവിടെ രാണി അവിടെ രാണി ഇവിടെ രാണി ആണി ഇതൊക്കെ നാട്ടുകാർക്ക് നിർത്തി വേണ്ടി വരും ഇങ്ങനെ പേരുണ്ടാക്കണെങ്കിൽ ഇത്ര പെട്ടെന്ന പരിപാടിയില്ലേ പരിപാടി എന്താ ഡോറോ അതിന് ഡോറില്ലല്ലോ ഇപ്പൊ ഡോറില്ല അത് വേണ്ട അത് പിന്നെ കട്ടെ കുറച്ച് ആ ലാസ്റ്റ് കട്ടെ കോണി നമ്മൾ എന്തായാലും പച്ച കോണി പച്ച ഇത് രണ്ടും ഇങ്ങനെ കൊടുത്തിട്ട് സ്ക്രൂ ചെയ്യാനായി വിചാരിച്ചത് അപ്പൊ നല്ല സുഖം അവിടെ ഒരു ഗ്യാപ്പ് സാധനങ്ങളൊക്കെ വെക്കണെങ്കിൽ ഇതിങ്ങനെ വേണ്ടേ കത്തി നിൽക്കും പച്ച ഇങ്ങനെ മിന്നി കത്തി കണ്ടിരിക്കണം തോന്നുന്നു ക്ലീൻ നീറ്റ് ആയിരിക്കണം അടി ജബുട്ടൻ കട്ടിങ് അവിടെ പരിപാടി എന്താ വന്നിരോ കാക്ക മണിക്കുട്ടിക്കൊരു ആയി കൊടുത്താണ് ജസീര് പെടണ്ട കേട്ടോ ടൗസർ മാത്രമേ നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടു നമ്മളെ പിന്നെ ആ മറ്റേ സാധനം ഇട്ട് പൊന്തിച്ചിന് എന്താ പറയാ സ്പ്രിങ്ങുമ്പോ പൊന്തിച്ചിനെ വരാ മറ്റേ കൊണ്ടോണം നീങ്ങണ വരാ അല്ലാ ഡിസ്പ്ലേ ഞാൻ ടേബിൾ എന്റെ ടേബിൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടുക്ക് ആ ഫോൺ വെക്കാന് കിടന്ന് ഉദ്ഘാടനം ഇതാ പൊരേ കൂടല് ടിവിയും ഫ്രിഡ്ജും എന്നിട്ടതൊക്കെ കൊണ്ടുവരാൻ പറയും കായ് ലാഭിച്ചാണ് ഒറ്റക്ക് തന്നെ പണിയെടുത്തിട്ട് വെച്ചാ മതി ഇങ്ങനെ ഇത് കൂടി വരും ഇവിടെയാണ് ഇതിന്റെ ഡോർ വരിക ഇവിടെയാണ് എൻട്രൻസ് അപ്പൊ കട്ടിലും കണ്ട് സെന്റർക്ക് വരും ഈ ലെവലാണ് എത്ര ലെവലേ ഉണ്ടാവുള്ളൂ ഇതന്നെ ഇതൊരാൾക്ക് വരാനുള്ളതുണ്ട് നമുക്ക് എത്ര പോരെ ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പില് വരാനുള്ള വഴി അവിടെ ഇതുണ്ടാവും ടേബിൾ ഉണ്ടാവും ചാർജ് ചെയ്യാൻ അവിടെ ഒരു ടേബിൾ വരും ആ പൊട്ടി അവിടുന്ന് മാറ്റും പൊട്ടി മാറ്റിട്ട് അവിടെ ടേബിൾ ഇവിടെ ഇതാണ് ഡൈനിങ് പക്ഷെ സിറ്റ് ഔട്ട് അത്യാവശ്യം ഉണ്ടല്ലോ മതി നമുക്ക് ആകെ ഉള്ളത് 4 സെന്റാണ് ആകെ ഉള്ളത് 4 സെന്റ് 4 സെന്റിൽ നമുക്കൊരു വീട് 4 സെന്റില് ഒരു വീട് കുടിവെള്ളമൊക്കെ പയൽക്കിണറാണ് നമുക്ക് എത്ര മതി അല്ല ഇവിടെ ഇങ്ങനെ ഒരു താജ്മഹൽ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുക ഇതിന്റെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്ന് തീരും പണി തീരും അത് പണി കഴിഞ്ഞ് പോരാ കാണിച്ചു കൊടുക്കതാ അത് ഡോറ് വരുന്നതാണ് ഇതാ ഡോറ് ഡോറ് ഇങ്ങനെ താത്തു ആറടി അടച്ച് എന്റെ ഉള്ളിൽ
നമ്മള് കാണണല്ലോ അതാ ഒരാള് ഇങ്ങനെ കേറി പോകുന്നുണ്ട്. ഉള്ളിതാ അത് ഫുള്ള് ഇത് സെറ്റ് അല്ലേ പെരന്റെ ഓണർ ആണെന്ന് തോന്നണേ. ഉള്ളിൽ ഇങ്ങനെ കേറി പോണ്ട്. ഉള്ളു സെറ്റ് അല്ലേ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കുക ലൈറ്റോടെ ഏ ശരി ലൈറ്റ് ഇട്ട് കാണിച്ചു. ഫുള്ള് സെറ്റ് അല്ലതാ അവിടെ പുറത്തേക്കൊന്നും ലൈറ്റും ഒന്നും അടിക്കൂല. ചാർജറിന്റെ വയറ് വരുന്നത് ആയിക്കൂടി കണ്ടാ സൈഡ്. ഇതാണ് ഇതിന്റെ ഡോറ്. ഇത് വേറെ പല കാണിച്ചെടുക്കാം. അത് അതിന്റെ ഓണർ ഒരു മൂരിയാണ്. നോക്കട്ടെ ലൈറ്റ് ഇല്ലല്ലോ മറ്റേ പവർ കെട്ടാ അത് പറയാൻ ലൈറ്റ് ഇല്ല. അവിടെ കറണ്ട് കിട്ടിയിട്ട് എഴുതി കൊടുക്കണം. അത് കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ സംഗതി അറിയോ ഇനി ബെഡ് ഇടുന്നു. ഇനി എന്താ ആവശ്യണ്ടോ? ടി വി നമുക്ക് എവിടെ വെക്കുക? ചുമരമ്മലാണ് ഡിസൈൻ ചെയ്ത് ഇതിന്റെ ഈ സൈഡ് ഒട്ടിക്കണം അല്ലേ? സൈഡ് ഒട്ടിക്കണം. ടൈലാക്കാം എന്തും ആക്കാം. ഇതിപ്പോ തൽക്കാലം എന്തിനാക്കിയതാ ചുമരിന് ഗ്ലേസിങ് കൊടുത്ത കല്ലിന് ഗ്ലേസിങ് കൊടുത്ത. ഇത് മതിയല്ലോ കുഴപ്പമൊന്നുമില്ല. ഇനി ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ വേണ്ടിയല്ലേ ഈ സൈഡ്. എന്റെ ഉള്ളിൽ വെച്ചാലോ സെറ്റാവും. ഇത് പോടുന്ന ഒപ്പിച്ചു. ഇതൊക്കെ നമ്മൾ വാങ്ങിയല്ലേ. ഇത് വരുത്തിച്ചാണ് 3 ഒരുപാട് സാധനം വരുത്തിച്ചില്ലേ. കുടിയിരിക്കലിന് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ്. മോജ് ഇങ്ങനെയാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്കൊക്കെ ഈ സൈഡ് മാറണ്ട. ഈ സൈഡും അടവാണ്. ആ സൈഡ് അടവാണ്. ആ മോനെ നമ്മളിങ്ങനെ കൊടുക്കല്ലേ വളബ്. ടി വിയിലെ